ലക്കി ഹാൻഡിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നില്ല. എന്താണ് പറ്റിയിട്ടുള്ളത്? ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലക്കി ഹാൻഡ് താൽക്കാലികമായിട്ട് യുഎയിൽ പൗസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിന് മാത്രമാണ് ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്, ആ കാര്യം ഇവിടെ പറയുന്നില്ല. അപ്പൊ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് തന്നെ ലക്കി ഹാൻഡിന്റെ വെബ്സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. എന്താണ് പ്രശ്നം? അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കി ഗൂഗിളിലേക്ക് വന്ന് ലക്കി ഹാൻഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇവിടെ ആദ്യം കാണുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ദിസ് സൈറ്റ് cannot be reset എന്നാണ് കാണിക്കുന്നത്. അതായത് എറർ ആണ്, നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന URL ക്ലിക്ക് ചെയ്യുക, ഇവിടെയുള്ള ഡിലീറ്റ് ചെയ്ത് അവിടെ ലൈവ് എന്ന് അടിച്ച് കൊടുക്കുക, അതിനുശേഷം എന്റർ അടിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ലക്കി ഹാൻഡിന്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ നിലവിൽ യുഎയിൽ താൽക്കാലികമായിട്ട് പൗസ് ചെയ്ത് വെച്ചതാണ്. ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക. ആ ഒരു കാര്യം അറിഞ്ഞു വെക്കുക. അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ലക്കി ഹാൻഡിൽ എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അറിയണം താല്പര്യമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് എല്ലാവരും. അടുത്ത വീഡിയോ കാണും വരെ ബൈ.